ഇങ്ങനെ നിരന്തരം പ്രശ്നം നോക്കൊരു വീട്ടിൽ CCTV വെക്കുകയാണ്. അതിന് കാരണം ഈ പറയുന്ന സുരക്ഷാ പ്രശ്നവും ഈ ഋതു ഉയർത്തുന്ന വെല്ലുവിളികളുമാണ്. ഇങ്ങനെ നിരന്തരമായ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് എന്ന് ആരും അറിയാതെ പോയത് എങ്ങനെയായിരിക്കും? ഇപ്പോൾ കൂടുതൽ സംസാരിക്കുമ്പോൾ അയൽവക്കത്തുള്ളവരൊക്കെ പറയുന്നത് എന്താണ്? ഞാൻ മനസ്സിലാക്കുന്നത് പരാതി കൊടുക്കാൻ പോലും പേടിയായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ പരാതിപ്പെട്ടാൽ തങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് വീണ്ടും ഈ ഭീഷണിയാണോ എന്ന് നാട്ടുകാരടക്കം പേടിച്ചിരുന്നു എന്നൊക്കെ. ഇത്രമേൽ ഭീകരതയുണ്ടായിരുന്നോ ഈ പ്രദേശത്ത്? അങ്ങനെ പറയാൻ കഴിയില്ല. ഇത് ഋതുവിൻ്റെ അയൽവാസികൾ, ചുറ്റുമുള്ള 2-3 വീട്ടുകാർ തമ്മിൽ മാത്രമായിട്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. നാട്ടിൽ പൊതുവെ ഋതു ഇങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നൊന്നും പറയാൻ കഴിയില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് ഉണ്ടാവുന്ന ചെറിയൊരു പട്ടി വന്നപ്പോൾ ചോദിച്ചു, അല്ലെങ്കിൽ നിസ്സാര കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് തർക്കമൊക്കെ ഉണ്ടായിരിക്കുന്നത്. പക്ഷെ തർക്കം ഉണ്ടാകുമ്പോൾ ഋതു സ്വാഭാവികമായിട്ടും ആ വീട്ടിലേക്ക് ചെല്ലുന്നത് ഇത്തരം ആയുധങ്ങളൊക്കെ ആയിട്ട് ചെല്ലുന്നു എന്നതാണ് പ്രധാന പ്രശ്നം ഉണ്ടായത്. അപ്പോൾ പരാതി കൊടുത്തു, പോലീസ് വിളിപ്പിച്ചു, പ്രശ്നം പറഞ്ഞു തീർത്തു. അപ്പോൾ ഈ ഋതുവിൻ്റെ ആ ശല്യം ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് പോലീസ് തന്നെ പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്യാമറ വെച്ചോളൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്യാമറ വെച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ നാട്ടിൽ പൊതുവെ ഇങ്ങനെ വലിയ ശല്യക്കാരനാണെന്നൊന്നും പറയാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നാട്ടുകാർ ഇടപെടുമല്ലോ. പിന്നെ വേറൊരു കേസ് എന്ന് വെച്ചാൽ ഈ ഋതു എന്ന് പറയുന്ന അവൻ നല്ല ആരോഗ്യമുള്ളവനാണ്. അപ്പോൾ എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണെന്നൊരു തോന്നൽ പൊതുവെ ആളുകൾക്കൊക്കെ ഉണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ അവൻ പോകുമ്പോൾ ഇവരുടെ മതിൽ ഗേറ്റിൽ ചവിട്ടുക, ജനലും അടിക്കുക, അങ്ങനെയൊക്കെ പേടിപ്പിക്കുന്നൊരു രീതി അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതൊക്കെ സ്വാഭാവികമായിട്ടും മറ്റുള്ള ആളുകൾക്ക്, കാരണം അവിടെ എൻ്റെ പഞ്ചായത്തിലെ ഏറ്റവും സാധാരണക്കാർ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. 2 സെൻറ്റ് 3 സെൻറ്റൊക്കെ ഉള്ള ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. ഈ ഋതു അവിടെ സ്ഥിരം താമസക്കാരൻ, അവനവിടെ ആ സ്ഥലത്ത് ജനിച്ചു വളർന്നതാണ്. ഇപ്പോൾ മരണപ്പെട്ടവർ തൊട്ടടുത്ത പ്രദേശത്തു നിന്ന് 2 വർഷം മുമ്പ് അവിടെ വന്ന് താമസിച്ചതാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം കൂടി അവർക്കുണ്ടായിരുന്നു. അപ്പോൾ വരുത്തൻ എന്ന രീതിയിലൊരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഈ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഋതു ഒരു പൊതുശല്യമാണെന്നൊന്നും പറയാൻ കഴിയുമായിരുന്നു. ഇത്തരം പ്രകൃതമുണ്ട് എന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? നേരിട്ടുള്ള ശല്യം ഇല്ലെങ്കിലും ഇത്തരത്തിൽ ഭീകരാന്തരീക്ഷം സമീപ വീടുകളിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നറിയാം. അതുണ്ട്. ആള് കുഴപ്പക്കാരനാണെന്നറിയാം. അതുകൊണ്ട് പലരും ഭയപ്പെട്ടു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളായിട്ട് എന്തിനു പ്രശ്നത്തിന് പോകണമെന്നൊരു ധാരണ എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നുള്ളൊരു സത്യമാണ്. പക്ഷേ ഒരു പൊതുശല്യമായി മാറി എന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ അത് പോലീസ് കുറച്ചും കൂടി ശ്രദ്ധിക്കുമായിരുന്നെങ്കിൽ വേണമെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം.